വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിശ്വാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. എബ്രായർ 11:6 എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദിവ്യ ആരോഗ്യവും രോഗശാന്തിയും ലഭിക്കാൻ വിശ്വാസം അത്യാവശ്യമാണ്. കർത്താവിന്റെ നാമത്തിലുള്ള വിശ്വാസം, അവൻ എല്ലാ ശക്തിയുടെയും രോഗശാന്തിയുടെയും ഉറവിടമാണെന്ന വിശ്വാസം, അവനിൽ ആശ്രയിക്കാനുള്ള വിശ്വാസം, നമ്മെ സുഖപ്പെടുത്താനും പുനഃസ്ഥാപിപ്പിക്കാനും അവന് കഴിയുമെന്ന വിശ്വാസം എന്നിവയാണത്. വിശ്വാസത്തിന് അപാരമായ ശക്തിയുണ്ട്. ഈ വിശ്വാസം വിജയം കൊണ്ടുവരുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നിരാശനാകില്ല. ബൈബിൾ നമ്മോട് പറയുന്നു, എന്നാൽ വിശ്വാസമില്ലാതെ അവനെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. കാരണം ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ അവനുണ്ടെന്നും അവനെ ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നവനാണെന്നും നാം വിശ്വസിക്കണം. ഇത് എബ്രായർ 11:6 നാം വായിച്ചവയാണ്. ഭയം, ഉത്കണ്ഠ, അവിശ്വാസം എന്നിവ നാശവും രോഗവും കൊണ്ടുവരുന്നു. അവ നമ്മുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും എതിരായി പ്രവർത്തിക്കുന്നു. അത് നമ്മെ കഷ്ടപ്പെടുത്തുന്നു. എന്നിരുന്നാലും വിശ്വാസം എതിരാളിയുടെ എല്ലാ ശക്തികളെയും ജയിക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യുന്നു. ബൈബിളിലുടനീളം കർത്താവായ യേശു അത്ഭുതകരമായ രോഗശാന്തി നൽകിയ നിരവധി സംഭവങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. അവയിൽ ധാരാളം ഉണ്ടായിരുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിച്ചതിനാൽ അവർക്കെല്ലാം രോഗശാന്തി ലഭിച്ചു. ഉദാഹരണത്തിന് 12 വർഷമായി രക്തസ്രാവത്താൽ കഷ്ടപ്പെട്ടിരുന്ന സ്ത്രീ കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊടാൻ കഴിഞ്ഞാൽ പോലും താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വസിച്ചു. ആ വിശ്വാസത്താൽ അവൾ അവന്റെ വസ്ത്രത്തിൽ തൊട്ടു. അവളുടെ വിശ്വാസം അവളുടെ രോഗശാന്തിക്ക് കാരണമായി. കർത്താവ് അവളോട്, മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് മത്തായി 9:22 നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ച 2 അന്ധന്മാർ മറ്റൊരു ഉദാഹരണമാണ്. യേശു അവരോട് ചോദിച്ചു, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന്. അവർ ഉവ്വ് കർത്താവേ എന്ന് മറുപടി നൽകി. തുടർന്ന് യേശു അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് മത്തായി 9:28-29 നമുക്ക് കാണാൻ സാധിക്കുന്നു. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് മത്തായി 9:29 നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് മർക്കോസ് 5:34 നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് യോഹന്നാൻ 11:40 നമുക്ക് കാണാൻ സാധിക്കുന്നു. തിരുവെഴുത്തിലെ ഈ വാക്യങ്ങൾ നമ്മളുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവമക്കളെ, നിങ്ങൾ ദൈവവചനത്തിലെ വാഗ്ദാനങ്ങൾ എത്രത്തോളം വിശ്വസിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വിശ്വാസത്തിൽ വളരുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം റോമർ 10:8 എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോശുവ 16, 17, 18 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 2 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.